കോഴിക്കോട് മുക്കത്ത് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. കൂമ്പാറ മുണ്ടുമല ഇളംപുള്ളിയിൽ ജെയ്സനാണ് മരിച്ചത്. താമരശ്ശേരിയിൽ 4 പേർക്ക് ഇടിമിന്നലേറ്റു. 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. മുബാറക്ക് വിവരങ്ങളുമായി ചേരുകയാണ്. മുബാറക്, ഈ മിന്നലേറ്റത് ഇവർക്ക് എവിടെ വെച്ചാണ് ഇത്തരത്തിൽ മിന്നലേറ്റത്? ഇപ്പോഴും ഇത്തരത്തിൽ മഴ തുടരുകയാണോ? വിവരങ്ങൾ. സ്വാതി, ഇപ്പോഴും ശക്തമായ മഴ കോഴിക്കോട് തുടരുകയാണ് എന്നുള്ളതാണ്. വലിയ ഇടിമിന്നലോട് കൂടിയ മഴയാണ് കോഴിക്കോട് ജില്ലയിലാകെ ഇപ്പോൾ ഉള്ളത്. മുക്കം കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ മുണ്ടുമലയിൽ ആണ് ഇന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അതായത് ഈ മരണം സംഭവിച്ച അപകടം ഉണ്ടാകുന്നത് ഇന്ന് വൈകുന്നേരം ഉണ്ടായ ശക്തമായ മിന്നലാണ്. ഇളംപുള്ളിയിൽ ജെയ്സൺ എന്ന് പറയുന്ന ഒരാൾക്ക്, ഒരു 50 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഇടിമിന്നലേൽക്കുകയും പിന്നീട് ചികിത്സയ്ക്ക് എത്തിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇദ്ദേഹത്തെ ജെയ്സനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തുടർന്ന് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ ജെയ്സണൊപ്പം തന്നെ മറ്റൊരു സ്ത്രീക്കും ഇടിമിന്നലേറ്റതായി ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. ഇവർ ഓമശ്ശേരിയിലാണ്, സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ അവിടെ ചികിത്സ തുടരുകയാണ്. അതുപോലെ തന്നെ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലും സമാനമായ സാഹചര്യമുണ്ടായി. അതായത് കൂമ്പാറയിലെ ഈ സംഭവത്തിന് ശേഷം തന്നെ താമരശ്ശേരിയിലും ഇതുപോലെ 4 പേർക്ക് ഇടിമിന്നലേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ പുതുപ്പാടി മലോറം നെരുക്കുംചാൽ ഭാഗത്താണ് ഒരു മരണ വീട്ടിലായിരുന്നു ഇത്തരത്തിൽ ഇടിമിന്നലേൽക്കുന്നത്. വീടിന്റെ പരിസരത്തുണ്ടായിരുന്ന സാബിത വഹീദ എന്ന് പറയുന്ന 2 സ്ത്രീകൾക്കും അതുപോലെ തന്നെ ചമ്മൽ എട്ടേക്കറയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിന്റെ അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കും അതുപോലെ തന്നെ ചക്കിക്കാവ് കുണ്ടോത്ത് സ്വദേശിനിയായിട്ടുള്ള അംബിക എന്ന് പറയുന്ന സ്ത്രീക്കുമാണ് ഇടിമിന്നലേറ്റിട്ടുള്ളത്. ഇവർ 4 പേരെയും ഇപ്പോൾ താമരശ്ശേരിയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരവിടെ ചികിത്സ തുടരുകയാണ്. ഇപ്പോൾ ഈ മുക്കം കൂടരഞ്ഞി ഭാഗത്ത്, അതുപോലെ ഈ അപകടം നടന്നിരിക്കുന്ന ഭാഗത്ത് ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ശക്തമായ മഴയും ഇടിമിന്നലും അതുപോലെ തന്നെ വലിയ കാറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലും കനത്ത കാറ്റും ഇടിമിന്നലും ഉണ്ട്. ഈ അതീവ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ ഇടിമിന്നൽ അടക്കമുള്ള സമയങ്ങളിൽ ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം അധികൃതർ നൽകിയിരുന്നതാണ്. എന്നാലും വീടിന്റെ അകത്ത് നിൽക്കുകയായിരുന്ന ആളുകൾക്ക് പോലും ഇടിമിന്നലേൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ജില്ലയിലാകെ വലിയൊരു മഴ ശക്തിപ്പെട്ടതോടെ വലിയ അപകട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാതി.